ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ കഴുകി എടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നമുക്കിതൊന്ന് ഒരു 4 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബീഫ് വെന്ത് വരുമ്പോഴത്തേന് ഇതിലേക്കുള്ള മസാല ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാനിൽ അല്പം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ഇനി അതും കൂടെ നമുക്ക് ആ ഒരു എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു എണ്ണയിൽ നിന്ന് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള 4 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി എടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്കൊരു 1/2 ടീസ്പൂൺ ആർക്കേജും കൂടെ ഒഴിച്ച് കൊടുക്കണം. ആർക്കേജ് മസ്റ്റായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ റൈസിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദം ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മസാല നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് പകുതി വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു റൈസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ പകുതി റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ എത്ര ലെയറാണോ ഉള്ളത് അതേപോലെ ലെയർ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ടൊരു 15 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം. വിസിലിട്ട് കൊടുക്കരുത്. ഒരു 15 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.